എന്റെ കുട്ടി ആത്മഹത്യ ചെയ്യൂല ഉറപ്പാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിക്കണമെങ്കിൽ എന്റെ കുട്ടി അവിടെ കുറിപ്പ് വെക്കും, ഓളവിടെ എഴുതി വെക്കും. ഓൾ അങ്ങനത്തെ കുട്ടിയല്ല. വിവാഹം കഴിഞ്ഞ് 3-ാം മാസം ഭർതൃവീട്ടിൽ യുവതിയുടെ ദുരൂഹമരണം കൊലപാതകമെന്ന് യുവതിയുടെ മാതാപിതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 2026 ജനുവരി 29-നാണ് കാളികാവ് പള്ളിശ്ശേരി പൂതനാലി റഷീദയുടെയും ഈന്തൻകുഴിയൻ അഷ്റഫിന്റെയും മകൾ 19-കാരി നാദിയയെ ഭർതൃവീട്ടിലെ കിടപ്പുമുറിയിൽ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2025 ഒക്ടോബർ 20-നായിരുന്നു പൂങ്ങോട് ചിറ്റയിൽ കിടക്കലൻ നിഷാദിന്റെയും നാദിയയുടെയും വിവാഹം നടന്നത്. ഏറെ ദുരൂഹതയുള്ള സംഭവമായിട്ടും കേസ് അന്വേഷിച്ച കാളികാവ് പോലീസ് മാതാപിതാക്കളുടെ മൊഴിയെടുക്കുകയോ സംശയമുള്ള ആളെ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ലെന്നും നാദിയയുടെ മാതാപിതാക്കൾ പറഞ്ഞു. ഭർതൃമാതാവിന്റെ സഹോദരി പുത്രൻ എടത്തനാട്ടുകര സ്വദേശിയായ യുവാവിനെ നാദിയ മരിച്ച ദിവസം അതേ വീട്ടിൽ സംശയാസ്പദമായ രീതിയിൽ പലരും കണ്ടതായും പിതാവ് പറഞ്ഞു. പിന്നെ ഈ കുട്ടി ഇങ്ങനെ ഒരിക്കലും ചെയ്യുന്ന കുട്ടിയല്ല. എല്ലാവരോടും അന്വേഷിച്ചറിയാം. അവിടെ അയൽവാസികളോടും ഇവിടെ അയൽവാസികളോടും ഓളെ കൂടെ പഠിച്ചവരോടും മിൻസിലാണ് ഓള് ട്രെയിനിങ് ചെയ്ത് അവിടെ പോയി ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഓളെ കാര്യം. ഓള് ഒരിക്കലും ആത്മഹത്യന്റെ വക്കീലൊന്നും അല്ല. നല്ല കുട്ടിയാണ് ഓള്. നല്ല പഠിച്ചും ചെയ്ത് എല്ലാം കൊണ്ട് ഓള് വളരെ ഉഷാറായിട്ട് കുട്ടിയാണ്. രാത്രി 9:00 വിളിച്ച 9:15 പെണ്ണുങ്ങൾക്ക് വിളിച്ചപ്പോൾ ഓൾ അതിനെ പറ്റി ഒന്നും സംസാരിച്ചില്ല. 9:41 ഭർത്താവ് വിളിച്ചപ്പോൾ ഒന്നും ഓള് പറഞ്ഞില്ല. പിന്നെ 9:10 മണിയായപ്പോൾ ഓളെ ഭർത്താവ് നേരം പോയി ഓളെ ഫോണൊക്കെ അടിച്ചിട്ടുണ്ട്. ശരിയാണ്, ഓളെ ഫോൺ ഓളെ കയ്യിൽ ആരോ മാറ്റിയിട്ടുണ്ട്. അതാണ് ഇതിന്റെ സത്യം. പിന്നെ അവര് രാവിലെ 7 മണിക്ക് മരണം പോലെ അറിഞ്ഞിട്ട് എനിക്ക് വിളിക്കാൻ എന്തുകൊണ്ട് 8:45 8:40 നമുക്കറിയില്ല. എന്താണ് സത്യം അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന കുട്ടിയല്ല. പിന്നെ പോലീസിന്റെ അന്വേഷണം എനിക്ക് തൃപ്തിയല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് 3 പ്രാവശ്യം ഞാൻ അവിടെ പോയപ്പോൾ തെളിയില്ല, ആയില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ 4 ദിവസം മുമ്പ് എന്താ ഒരാവശ്യത്തിന് അവിടെ പോയപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് തന്നിട്ടുണ്ട്. അതിലും ഞാൻ തൃപ്തനല്ല. സംഭവം നടക്കുമ്പോൾ നാദിയയുടെ ഭർത്താവ് ജോലിയുടെ ഭാഗമായി ബംഗളൂരുവിലായിരുന്നു. അന്നു രാത്രി അവസാനമായി 9:41 നാദിയയെ ഭർത്താവ് വിളിച്ചിരുന്നു. പിന്നീട് രാവിലെ 7:30 ഭർതൃവീട്ടുകാർ നാദിയയുടെ മാതാവിനെ മരണവിവരം വിളിച്ചു പറയുകയായിരുന്നു. എന്നാൽ മരിച്ച അതേ ദിവസം മാതാവ് റഷീദ മകളുമായി ഏറെ നേരം സംസാരിച്ചിരുന്നതായും യാതൊരു പ്രയാസവും മകൾക്കുണ്ടായിരുന്നില്ലെന്നും പൂർണ്ണ സന്തോഷവതിയായിരുന്നുവെന്നും മാതാവ് പറഞ്ഞു. മകളുടെ മരണത്തിൽ യാതൊരു അന്വേഷണവും നടന്നിട്ടില്ലെന്നും തീർത്തും കൊലപാതകമാണെന്നും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നും ബന്ധുക്കൾ പറഞ്ഞു. 28 എനിക്ക് രാത്രി വിളിച്ചിരുന്നു. അപ്പൊ കുട്ടി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ മരിക്കണ അന്ന് 4 മണിക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്റെ വീട്ടിലേക്ക്. അപ്പോ അതിന്റെ അടിയിൽ എന്തോ ഒരു സംഭവം എന്റെ കുട്ടിക്ക് അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ കുട്ടി അങ്ങനെ മരിക്കാനുള്ള കാരണം. അത് എന്തുകൊണ്ടാണെന്നില്ല ഞങ്ങൾക്ക് തെളിഞ്ഞു കിട്ടണം. ഞങ്ങള് കുറെ മുഖ്യമന്ത്രിക്ക് പിന്നെ IGക്ക് SP-ക്ക് ഒക്കെ ഞങ്ങള് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാളി പോലീസ് സ്റ്റേഷനിൽ കുറെ വട്ടം പോയി. അവര് ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവര് ഞങ്ങൾ ചെല്ലുമ്പോ നോക്കാന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ അയാളെ സംശയിക്കല്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അവിടുന്ന് വന്ന എല്ലാവരും അയാളെ ഓരോ നീക്കുപോക്കങ്ങൾ കണ്ടിട്ട് എന്റെ മോനോട് വരെ സംശയം ചോദിച്ചിട്ടുണ്ട്. അതാരാണ്, നിന്റെ വാപ്പാന്റെ വീട്ടുകാരാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓനും അറിയില്ല. എന്റെ ആങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ആങ്ങൾക്കും അറിയില്ല. അവിടെ എന്റെ മരുവന്റെ കൂട്ടുകാർക്കും അറിയില്ല ഓൻ ആരാന്നുള്ളത്. അങ്ങനെ എല്ലാവരും സംശയിച്ചിട്ടുണ്ട്. ഓന്റെ ഓരോ കാട്ടിക്കൂട്ടലോണ്ടാണ് എല്ലാവർക്കും സംശയം വന്നത്. ഞങ്ങൾ എത്തുന്നതിന്റെ മുമ്പ് ഓനവിടെ എത്തിയിട്ടുണ്ട്. ഓന്റെ പേര് ആസിഫ്. ഓന് അടുത്തനാട്ടുകാരെ കാരാന്ന് പറയുന്ന സ്ഥലത്താണ്. ഓന് ഞങ്ങൾ എത്തുന്നതിന്റെ മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 8:30 എനിക്ക് ഓന്റെ അമ്മ വിളിക്കുന്നത്. വിളിച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയണേ, പിന്നെ ലിൻമോള് ജനൽമ തൂങ്ങി മരിച്ചു എന്നാ പറയണത്. അത് കേട്ടപ്പോ ഞാൻ ആകെ സ്റ്റോക്കായി. പിന്നെ എനിക്ക് എന്താ, ഞാൻ ബോധം കെട്ട് വീണൊക്കെ പിന്നെ എന്ത് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഇവനാണ് പിന്നെ രണ്ടാമതും അവന്റെ അമ്മക്ക് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ പറയുന്നത് സത്യമാണോന്ന് ചോദിച്ചു. അപ്പൊ അവനോട് പറഞ്ഞു, ഞങ്ങള് എങ്ങനെ ഇതൊക്കെ നാളെ പറയുമെന്നാ അവന്റെ അമ്മ പറഞ്ഞത്. പിന്നെ ഓനും എന്റെ ആങ്ങളെയും പാടെ അപ്പൊ തന്നെ പോയി. അവിടെ ചെന്നപ്പോ ഈ ആസിഫ് പറഞ്ഞ ചങ്ങായി അവിടെ ഉണ്ട്. ഞങ്ങൾ എത്തുന്നതിന്റെ മുമ്പേ ഓൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇത്രയും ദൂരല്ലേ ഓൻ അവിടെ എത്തുമ്പോ ഞങ്ങളോട് പറഞ്ഞിട്ടാണല്ലോ ഓനോടൊക്കെ പറയേണ്ടത്. ഞങ്ങൾ ചെല്ലേണ്ടത് മുമ്പ് ഒരു വാതിൽ തുറന്നിക്കുന്നത്. എന്റെ കുട്ടി ആത്മഹത്യ ചെയ്യൂല ഉറപ്പാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിക്കണമെങ്കിൽ എന്റെ കുട്ടി അവിടെ കുറിപ്പ് വെക്കും. എന്തായാലും ഓളവിടെ എഴുതി വെക്കും. ഓൾ അങ്ങനത്തെ കുട്ടിയല്ല.
സംഭവത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ പുനരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, DGP, SP, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ എന്നിവർക്ക് ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് ഗുരുതര വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നും പ്രാഥമിക അന്വേഷണം പോലും നടത്തിയിട്ടില്ലെന്നും കേസ് ഒതുക്കാൻ ശ്രമിക്കുകയാണെന്നും ആക്ടിവിസ്റ്റ് ബീരാൻകുട്ടിയും പറഞ്ഞു. അസ്വാഭാവിക മരണം ഭർത്താവിന്റെ വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും 7 വർഷത്തിനുള്ളിലാണ് ആ മരണം നടന്നതെങ്കിൽ BNS സെക്ഷൻ 196 സെക്ഷൻ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതും അടിയന്തരമായി അന്വേഷണം നടത്തേണ്ടതുമാണ്. അത് പോലീസ് ഈ കേസിനകത്ത് പാലിച്ചിട്ടില്ല. മാതാപിതാക്കളുടെ മൊഴി 45 ദിവസമായിട്ടും മരണപ്പെട്ട നാദിയയുടെ അടുത്ത ബന്ധുക്കളായ മാതാപിതാക്കളുടെ മൊഴി പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസിന്റെ അടുത്ത് ഗുരുതരമായ വീഴ്ചയുണ്ട് ഈ വിഷയത്തിൽ. കാളികാവ് പോലീസിൽ ഈ കുടുംബങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. നാദിയയുടെ പിതാവ് അഷ്റഫ്, മാതാവ് റഷീദ, പൊതുപ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ വെന്തോടൻ ബീരാൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. സ്വാഗതം പരിശുദ്ധാഭരണങ്ങളുടെ ഈ വിസ്മയത്തിലേക്ക്. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.